അടുത്തതായി യൂണിഫോം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ട്രാൻഡ്സ് ഓഫ് ദ ഹെലിക്സ്. ഈ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൻ്റെ ആ 2 സ്ട്രാൻഡുകൾ തമ്മിൽ യൂണിഫോം ഡിസ്റ്റൻസ് ആയിരിക്കും. ഒരു സ്ട്രാൻഡും മറ്റേ സ്ട്രാൻഡും തമ്മിൽ യൂണിഫോം ഡിസ്റ്റൻസ് ആയിരിക്കും. യൂണിഫോം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ട്രാൻഡ്സ് ഓഫ് ഹെലിക്സ്. ആ ഹെലിക്സിലെ 2 സ്ട്രാൻഡുകളും തമ്മിൽ യൂണിഫോം ആയിട്ടുള്ള ഒരേപോലെയുള്ള ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. അതായത് ബോണ്ട് ബിറ്റ്വീൻ ഡബിൾ റിംഗ് ആൻഡ് സിംഗിൾ റിംഗ്. നമ്മൾ പറഞ്ഞിരുന്നതാണ് ഓൾറെഡി. ഒരു സ്ട്രാൻഡിൽ പ്യൂരിനാണെങ്കിൽ അടുത്ത സ്ട്രാൻഡിൽ പിരിമിഡിനായിരിക്കും. ഒരു സ്ട്രാൻഡിൽ പിരിമിഡിനാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്ട്രാൻഡിൽ പ്യൂരിനായിരിക്കും. സോ അതുകൊണ്ട് തന്നെ യൂണിഫോം ഡിസ്റ്റൻസ് 2 സ്ട്രാൻഡുകൾ തമ്മിലുണ്ടായിരിക്കും. അവരൊരു വിഡ്ത്ത് 2 നാനോമീറ്റർ ആയിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡബിൾ റിങ്, നമ്മുടെ പ്യൂരിനാണ് ഒരു സൈഡിൽ ഡബിൾ റിങ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സിംഗിൾ റിങ്ങുള്ള പിരമിഡിനായിരിക്കും. അതാണ് പറഞ്ഞത്, ഒരു സ്ട്രാൻഡിൽ പ്യൂരിനാണെങ്കിൽ അടുത്ത സ്ട്രാൻഡിൽ ഓട്ടോമാറ്റിക്കലി പിരമിഡിനായിരിക്കും. അല്ലാതെ പ്യൂരിൻ അല്ലെങ്കിൽ പിരമിഡിൻ അങ്ങനെ വരില്ല. ഒരു ഡബിൾ റിങ്ങുള്ള പ്യൂരിനാണ് ഒരു സ്ട്രാൻഡിൽ, അതിൻ്റെ നൈട്രോജൻ ബേസുകളാണെന്നുണ്ടെങ്കിൽ അടുത്തതിൽ സിംഗിൾ റിങ്ങുള്ള പിരമിഡിൻ്റെ നൈട്രോജൻ ബേസുകളായിരിക്കും. ഈ പറഞ്ഞ ബേസ് പെയറിങ് പ്യൂരിൻ പിരമിഡിൻ ആ ബേസ് പെയറിങ് അല്ലെങ്കിൽ ഡബിൾ റിങ് സിംഗിൾ റിങ് ബേസ് പെയറിങ് ആയതുകൊണ്ട് എപ്പോഴും ഒരു യൂണിഫോം ഡിസ്റ്റൻസ് 2 സ്ട്രാൻഡും തമ്മിലുണ്ടായിരിക്കും. ആ വിഡ്ത്താണ് നമ്മൾ പറയുന്നത് 2 നാനോമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളും ആൻറ്റി പാരലൽ പൊളാരിറ്റിയാണ്. ഈ 2 പോളിന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡുകൾക്കും ആൻറ്റി പാരലൽ പൊളാരിറ്റിയാണ്. അതാണ് ഇവിടെ കാണിച്ചത്. ഒരു സ്ട്രാൻഡ് ഇങ്ങനത്തെ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ മറ്റേ സ്ട്രാൻഡ് അതിൻ്റെ ആൻറ്റി പാരലലായുള്ള ഡയറക്ഷനാവും. ഒരു സ്ട്രാൻഡിൽ 5' നമുക്ക് ഏറ്റവും ഫ്രീ ആയുള്ള ഒരു ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ പോളിന്യൂക്ലിയോടൈഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ 5' എൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളത് ഫ്രീ ആയിരിക്കും, 3' എൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളത് ഫ്രീ ആയിരിക്കും. എപ്പോഴും ഫ്രീ ആയിട്ട് കാണുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പുള്ള 5th കാർബൺ ആറ്റത്തോടുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പുള്ള ഭാഗം 3rd കാർബൺ ആറ്റത്തോടു കൂടിയുള്ള ഹൈഡ്രോക്സിലുള്ള ഗ്രൂപ്പുള്ള ഭാഗം എപ്പോഴും ഫ്രീ ആയിരിക്കും, ഫ്രീ എൻഡുകൾ. സോ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ് ഇത് എന്നുണ്ടെങ്കിൽ 5' ഫോസ്ഫേറ്റ്, ഫ്രീ എൻഡ് 3' ഹൈഡ്രോക്സിൽ. ഈ ഒരു പൊളാരിറ്റിയിലാണെങ്കിൽ അടുത്ത അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എങ്ങനെയായിരിക്കും? ആൻറ്റി പാരലായിരിക്കും. അതിൻ്റെ ആൻറ്റി പാരലായിട്ട് ഇപ്പോഴത്തെ 5' ഫോസ്ഫേറ്റ്, ഇപ്പുറത്ത് 3' ഹൈഡ്രോക്സിൽ. സോ ആൻറ്റി പാരലായിരിക്കും 5', 3' ഹൈഡ്രോക്സൈഡ്, 3' ഹൈഡ്രോക്സൈഡ്, 5'. ആൻറ്റി പാരലൽ പൊളാരിറ്റിയിലായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. സോ 2 ചെയിൻസ് ആർ കോയിൽഡ്. ഈ പറഞ്ഞ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ 2 ചെയിൻസും കോയിൽഡ് ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. ആ കോയിലിങ്ങിന് റൈറ്റ് ഹാൻഡഡ് ഫാഷൻ എന്ന് പറയാം. അതുകൊണ്ട് നമ്മളതിനെ ഫോമിങ് എ ഹെലിക്സ്. എങ്ങനെയാണ് ഹെലിക്സ് ഫോം ചെയ്യണേ? അത് റൈറ്റ് ഹാൻഡഡ് ആയിട്ടാണ് അത് തിരിയുന്നത്. സോ അതിൻ്റെ കോയിലിംഗ് പാറ്റേൺ വന്നിട്ട് റൈറ്റ് ഹാൻഡഡ് ഫാഷനാണ്. റൈറ്റ് ഹാൻഡഡ് ഫാഷൻ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. ഈ പറഞ്ഞ ഹെലിക്സ് റൈറ്റ് ഹാൻഡഡും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡഡും ഉണ്ട്. കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് റൈറ്റ് ഹാൻഡഡാണ്. ലെഫ്റ്റ് ഹാൻഡഡ് വളരെ റെയറായിട്ട് കാണുന്ന ഒരു ഹെലിക്സ് സ്ട്രക്ചറാണ്. സോ റൈറ്റ് ഹാൻഡഡ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡഡ്. റൈറ്റ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളും കോയിൽഡാണ്. റൈറ്റ് ഹാൻഡഡ് ഫാഷനിൽ അത് കോയിൽ ചെയ്ത് അത് എന്തായിട്ട് മാറുന്നു? ക്ലോക്ക് വൈസിൽ ഒരു റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഈ DNA റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ് DNA എന്ന് പറയുന്നത്.